നമ്മുടെ ഈ ബാഗിനെ വാങ്ങിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കും, അതാണ് വാങ്ങിച്ചതാണ് പുതിയ ബാഗെല്ലാം. ടൂറിസ്റ്ററിൻ്റെ ബാഗാണിത്. ഇതിൻ്റെ അടിയിൽ റെയിൻകോട്ട് ഉണ്ട്. നമ്മൾ ഈ സിബ് ഊരി നമുക്ക് റെയിൻകോട്ട് കിട്ടും. അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അല്ല, നമ്മൾ അതിങ്ങനെ എടുത്തിട്ട് വലിച്ചാൽ മതി. അതാണ് അറ്റാച്ച്ഡ് അല്ല, ഇത് ചുമ്മാ വെച്ചങ്ങ് കവർ ചെയ്താൽ മതി. ഇതിനൊരു വർഷം വാറണ്ടി എല്ലാം ഉണ്ട്. ക്യാമറ എടുത്തോട്ടുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഫ്രണ്ടിലൊരു ഉറയുണ്ട്, ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞുറയുണ്ട്, അത് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടും. ഇവിടെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വെക്കാം, ലൈക്ക് പെൻസിൽ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഉറക്കകത്ത് വെക്കാം. പിന്നെ എന്തെങ്കിലും സാധനങ്ങളിലേക്ക് ജോമെട്രി ബോക്സ് അങ്ങനെ. അത് അവളുടെ ബാഗാണ്. നമ്മൾ ഇത് കാണിച്ചിട്ട് അത് കാണിക്കാമേ. എന്നിട്ട് ഇവിടെ നമുക്ക് ജോമെട്രി ബോക്സ് അങ്ങനെയെല്ലാം വെക്കാം. പിന്നെ പെൻസിൽ, റബ്ബർ അങ്ങനെയെല്ലാം വെക്കാൻ പറ്റും. അതാണ് ഈ ഒറയിലുള്ളത്. പിന്നീട് ബുക്കും. അടുത്ത ഒറയെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സ്പേസ് ആണ്. ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാം. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഉറയാണ്. ഇവിടെയാണ് നമ്മൾ ബുക്ക് വെക്കേണ്ടത്. ബുക്ക് വെക്കുന്ന ഉറയാണിത്. വാട്ടർ ബോട്ടിൽ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ബാഗിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ബാഗ് ഒത്തിരി വെയിറ്റ് വരുമ്പോൾ ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ മതി, അപ്പോൾ ഊരിപ്പോത്തില്ല. ഇങ്ങനെ വെച്ചാൽ ഊരിപ്പോത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത ഐറ്റമിലേക്ക് പോകാം. ഇതെന്ന് വെച്ചാൽ പണ്ടത്തെ കൊളംബോ കുടകളാണിത്. ഇത് ഇവൾക്ക് പറ്റുന്ന ഒരു കുടയാണ്. ഇതുണ്ടോ പിടിച്ച്, നല്ല രസമല്ലേ? ഇപ്പൊ ഇവൾക്ക് പറ്റുന്ന ഒരു കുടയാണ് ഇങ്ങനത്തെ കുഞ്ഞിക്കുട. ഇതൊരു വലിയൊരു ലഞ്ച് ബോക്സ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 600 ആണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ തുറക്കുക. ഇവിടെ ഒരു ചൂടെല്ലാം വരുമ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു പുഷ് ടു ലോക്ക് ഉണ്ട്. കണ്ടോ? ഇന്നൊരു സാധനമുണ്ട്. ചൂടെല്ലാം അകത്ത് നിന്ന് ഈ ആവിയെല്ലാം ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഇവിടെ നമുക്ക് റൈസ് ഈ രണ്ടിടത്തും വെക്കാം. പിന്നെ കറികൾ ഇവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഉറയുണ്ട്. ഇവിടെ നമുക്ക് സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും. അടുത്ത എൻ്റെ പീജിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. നമ്മളിതിപ്പോൾ പീജിനിൽ പോയി വാങ്ങിച്ചതാണ്. കണ്ടോ, നല്ലൊരു വാട്ടർ ബോട്ടിൽ തന്നെയാണ്. അടുത്തതെന്ന് വെച്ചാൽ ഇവളുടെ ഒരു ലഞ്ച് ബോക്സ് ആണ്. ലാവൻഡർ കളറുള്ള ഒരു ലഞ്ച് ബോക്സ് ആണിത്. സെയിം തന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. ഇതെന്റെ പെൻസിൽ ബോക്സ് ആണ്. ഡ്രാഗൺ ബോൾ ആനിമയുടെ പെൻസിൽ ബോക്സ് ആണ്. ഇതിൻ്റെ അകമെന്ന് വെച്ചാൽ നമുക്കിവിടെ അകത്ത് പേന എല്ലാം വെക്കാം. പിന്നെ ഇത്രയും സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും അബാക്കസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും. പിന്നെ ഈ കീ ചെയിൻ ഞാൻ അല്ലുമണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഈ പെൻസിൽ ബോക്സിനോട് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആണോ, ഇതെന്ന് വെച്ചാൽ പൊന്നിയുടെ ഒരു ബാഗാണ്. എൽസയുടെ ഫ്രണ്ടിൽ എല്ലാം ഉള്ള ബാഗാണ്. ഫ്രണ്ടിലൊരു ഓറയുണ്ട്. ഇവിടെ
ഇതിനകത്തൊരു കുഞ്ഞു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ട ലഞ്ച് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാം. സൈഡില് അച്ഛന്റെ ഷർട്ട് ഇട്ടാണ് കല്ലുപണി ഇരിക്കുന്നത് അല്ലേ? എന്തിനാ അച്ഛന്റെ ഷർട്ട് ഇട്ടത്? അപ്പൊ നമുക്ക് അടുത്ത ഉറയിലോട്ട് പോകാം. 2 ഉറയേ ഉള്ളൂ, പിന്നെ 2 വാട്ടർ ബോട്ടിൽ സ്പേസും ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബുക്സ് എല്ലാം വെക്കാൻ പറ്റും. അത്രയുള്ള സ്പേസ് എല്ലാം ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിന്റെ വാട്ടർ ബോട്ടിൽ ഇല്ലേ? കൊട അടച്ചു വെച്ചോട്ടെ. അടുത്തെന്ന് വെച്ചാൽ പൊന്നിയുടെ വാട്ടർ ബോട്ടിലാണ്. പ്രിൻസസിന്റെ ഒരു വാട്ടർ ബോട്ടിലാണിത്. അല്ലാണിത് ഇങ്ങനെ വെച്ചിട്ട് സക്ക് ചെയ്യേണ്ട വാട്ടർ ബോട്ടിലാണിത്. അകത്ത് പുറത്ത് പ്ലാസ്റ്റിക്കും അകത്ത് സ്റ്റീലും ആണ് അല്ലേ? അയ്യോ പോയി. അവനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണ്ടല്ലേ അല്ലേ? കുടിച്ച് കാണിച്ച്, ഫ്രണ്ട്സിനെ കുടിച്ച് കാണിച്ച്. മിടുക്കി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ എല്ലാ വീഡിയോയും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്കൊരു നല്ലൊരു സ്കൂൾ വർഷം ആവട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.